നമ്മുടെ രാജ്യത്തെ വളരെ പ്രാധാന്യമർഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കാനുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, ആ പ്രശ്നമാണ് വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി രാഷ്ട്രമുയർത്തിയ മൂല്യങ്ങൾ പ്രാധാന്യമേറിയതാണ് എന്ന് കാണുന്ന ജനങ്ങൾ അതെല്ലാം സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ രാജ്യം ജനാധിപത്യ വ്യവസ്ഥ അപകടപ്പെടുന്നുവെന്ന് വരുമ്പോൾ ജനങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന നില മുൻപും ഉണ്ടായിട്ടുണ്ട്. ചിലർ വല്ലാത്ത അമിതാധികാര വാഴ്ചയിലേക്ക് മാറിയപ്പോൾ അത് തിരുത്തുന്നതിന് ജനങ്ങൾ ഇടപെട്ട അനുഭവം നമ്മുടെ മുന്നിലുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു കൂട്ടർ ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്ന് പറഞ്ഞു നടന്ന കാലമുണ്ടായിരുന്നു. അതിൻ്റെ ഫലം രാജ്യത്ത് വലിയ തോതിലുള്ള അമിതാധികാര വാഴ്ച വന്നു എന്നുള്ളതായിരുന്നു. ജനാധിപത്യം ക്രൂശിക്കപ്പെട്ടു. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞു. ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതായി. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് 1977 തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തുടർന്നും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ അമിതാധികാര വാഴ്ച കൊണ്ട് പൊറുതിമുട്ടിയ സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും ഹനിക്കപ്പെട്ട അവസ്ഥയിൽ പ്രതിഷേധമുള്ള ജനങ്ങൾ അവരുടെ കരുത്ത് ആ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്ത് അവരും അവരുടെ പാർട്ടിയും പരാജയപ്പെട്ടത്. ഇത് ജനാധിപത്യത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന ഒന്നായിരുന്നു. ലോകത്തിനു മുന്നിൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് ജനങ്ങൾ നടത്തിയ ശക്തമായ ഇടപെടലായിരുന്നു അത്. ഇതേപോലെ തന്നെ അല്ലെങ്കിലും 2004 നമ്മുടെ രാജ്യം BJPയുടെ ഗവൺമെൻറ് രണ്ടാം ഊഴം തേടിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസ്ഥയുണ്ടായി. വാജ്പേയി ആയിരുന്നു BJPയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു ടേം പൂർത്തിയാക്കി രണ്ടാമത്തെ തവണ അധികാരത്തിൽ തുടരാൻ ജനസമ്മതി നേടുന്ന ഘട്ടം. എന്നാൽ ആ ഗവൺമെൻറ്റിന് വീണ്ടും ഒരു ഊഴം കൊടുത്താൽ രാജ്യത്ത് വരാനിടയുള്ള ആപത്തിനെക്കുറിച്ച് ജനങ്ങൾക്ക് ശരിയായ ബോധ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ വാജ്പേയിയുടെ പാർട്ടിക്കും അവർ നേതൃത്വം കൊടുത്ത മുന്നണിക്കും ജനങ്ങൾ വിജയം സമ്മാനിച്ചില്ല. അവരാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ജനാഭിലാഷം ആ ഗവൺമെൻറ് ഒരു തുടർഭരണം വന്നുകൂടാ എന്നത് തന്നെയായിരുന്നു. അത് മാനിച്ചാണ്, ആ ജനാഭിലാഷം മാനിച്ചാണ് കോൺഗ്രസ് എന്താണെന്ന് ുള്ള രാജ്യത്തെ ഇടതുപക്ഷം അവർക്ക് കോൺഗ്രസ്സിന് പിന്തുണ നൽകിയത്, സർക്കാർ രൂപീകരിക്കുന്നതിന് പിന്തുണ നൽകിയത്. ബി ജെ പിയെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിൽ നിന്ന് വീണ്ടും ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത് തടയുക എന്ന ജനാഭിലാഷത്തിൻ്റെ കൂടെയാണ് ഇടതുപക്ഷം നിന്നത്. എല്ലാവർക്കും അറിയാം, അതായിരുന്നു UPA ഗവൺമെൻറ്. ആ ഒന്നാം UPA ഗവൺമെൻറ് ഇടതുപക്ഷ പിന്തുണയോടെയാണ് പ്രവർത്തിച്ചു വന്നത്. ഇടതുപക്ഷ പിന്തുണ പല കാര്യങ്ങളിലും കോൺഗ്രസ്സിന് അവരുടേതായ നയം നടപ്പാക്കുന്നതിന് പ്രയാസം സൃഷ്ടിച്ചു. എന്നാൽ ഇടതുപക്ഷം പിന്തുണ നൽകി എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ചില ആവശ്യങ്ങൾ ആ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമായി മാറി. പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഗുണകരമായി മാറി. ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിലൂടെ വന്ന ഒന്നായിരുന്നു. അതേപോലെ തന്നെ വനാവകാശ നിയമം ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഇടതുപക്ഷ ഇടപെടലിലൂടെ നമ്മുടെ രാജ്യത്ത് ആ ഘട്ടത്തിൽ നടപ്പായി. കർഷകർ അനുഭവിക്കുന്ന പ്രയാസം അത് അതീവ ഗൗരവമായി നമ്മുടെ രാജ്യം പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതിൽ ആ പ്രശ്നം പരിശോധിക്കുന്നതിനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനും സ്വാമിനാഥൻ കമ്മീഷനെ ഒന്നാം UPA ഗവൺമെൻറ് നിയോഗിച്ചു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ നിലനിൽക്കുന്നതുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് കോൺഗ്രസ്സിന് കടക്കേണ്ടി വന്നു. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ കോൺഗ്രസ് രാജ്യത്ത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള താങ്ങുവില നടപ്പാക്കും എന്ന് പ്രകടന പത്രികയിൽ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ
കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന ഒന്നാണിത്. ഒന്നാം UPA ഗവൺമെൻറ് നിയോഗിച്ച ആ അന്വേഷണ കമ്മീഷൻ 2-3 വർഷത്തിനുള്ളിൽ തന്നെ പ്രവർത്തനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് രണ്ടാം UPA ഗവൺമെൻറ്റാണ് പരിഗണിക്കുന്നത്. രണ്ടാം UPA ഗവൺമെൻറ്റിന് കോൺഗ്രസ്സിനുണ്ടായൊരു സൗകര്യം ഈ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്ന അലോസരം ഒഴിവാക്കാനായി എന്ന് അവരാശ്വസിക്കുന്ന നിലയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഒന്നാം UPA ഗവൺമെൻറ് അവസാനം ഇടതുപക്ഷ പിന്തുണ ആവശ്യമില്ല എന്ന തലത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത്. എന്നാൽ ഒന്നാം UPA ഗവൺമെൻറ്റിന് നാം കാണേണ്ടത് നല്ല പൊതു അഭിപ്രായം രാജ്യത്തുണ്ടാക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഇതുപോലുള്ള ജനോപകാരപ്രദമായ നടപടികൾ നാം ആ ഘട്ടത്തിൽ ലോകത്തെ വൻകിട രാജ്യങ്ങളിലെ വൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം തകർന്നടിയുന്ന കാഴ്ച കണ്ടു. എന്തുകൊണ്ടായിരുന്നു അത്? അന്ന് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കരണം, അതിൻ്റെ ഭാഗമായാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ തകരുന്ന അവസ്ഥയുണ്ടായത്. ആ സാമ്പത്തിക പരിഷ്കരണം നമ്മുടെ രാജ്യത്തും നടപ്പാക്കണമെന്ന് കോൺഗ്രസ്സിന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ നീക്കത്തെ ഇടതുപക്ഷം എതിർത്തു. അപ്പോൾ കോൺഗ്രസ്സിന് അവരുടെ ആഗ്രഹമനുസരിച്ചുള്ള പരിഷ്കരണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നീടത് ഗുണമായി മാറി. ലോകത്ത് പല രാജ്യങ്ങളിലുമുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം തകർന്നു വീണപ്പോൾ നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് മേഖലയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. അതിന് കാരണം പരിഷ്കരണം ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കാത്ത ഇടതുപക്ഷത്തിൻ്റെ നിലപാടായിരുന്നു. ഇതിൻ്റെ ഗുണഫലം UPAക്ക് തന്നെയാണ് കിട്ടിയത്. തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവർ അധികാരത്തിൽ വന്നു. അപ്പോൾ രണ്ടാം UPA സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാത്ത സർക്കാർ എന്ന നിലക്ക് കോൺഗ്രസിൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. അവരുടേതായ നയം നടപ്പാക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി സ്വീകരിച്ച ഒരു നടപടി, ആ ഗവൺമെൻറ് നേരത്തെ വെച്ച കമ്മീഷൻ നൽകിയ റിപ്പോർട്ട്, അത് രാജ്യത്തിൻ്റെ കമ്പോള വ്യവസ്ഥയാകെ തകർക്കാനാണ് ഇടയാക്കുക. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് തള്ളുന്ന നില രണ്ടാം UPA സർക്കാർ സ്വീകരിച്ചു. അതാണ് കോൺഗ്രസ്. ഇപ്പോൾ രാജ്യമാകെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേലെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കർഷകർ വലിയ തോതിൽ പ്രക്ഷോഭത്തിലാണ്. ആ ആവശ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് പഴയ നില ഉപേക്ഷിക്കാൻ വാക്കാലെങ്കിലും കഴിഞ്ഞ് നല്ല കാര്യം. എന്നാൽ അത് ആത്മാർത്ഥയോടെയുള്ളതല്ല എന്ന് കോൺഗ്രസിൻ്റെ ചരിത്രമറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ രണ്ടാം UPA സർക്കാരാണ്
നമ്മുടെ രാജ്യത്ത് BJP സർക്കാരിന് അധികാരത്തിൽ വരാനുള്ള കളമൊരുക്കിയത്. അവർ വലിയ തോതിൽ ജനങ്ങൾക്കെതിരെയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. കോൺഗ്രസിൻ്റെ ശരിയായ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ വലിയ ദുരിതത്തിലായി. സമ്പന്നരെ അതിസമ്പന്നരാക്കുക, കോർപ്പറേറ്റുകളെ സഹായിക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഈയൊരു നയം, ആ നയമാണ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികളിലൂടെ രാജ്യത്തെ രണ്ടാം UPA ഗവൺമെൻറ് സ്വീകരിച്ചത്. രാജ്യമാകെ അസംതൃപ്തി, ജനങ്ങൾക്കടുത്ത അതൃപ്തി. അതാണ് BJP ചൂഷണം ചെയ്തത്. ആ ജനങ്ങളുടെ മുന്നിൽ BJP വന്നു. രാജ്യത്ത് ചിലയിടങ്ങളിൽ കോൺഗ്രസും BJPയുമായിരുന്നു അന്ന് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. മറ്റു പാർട്ടികൾ അവിടെ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ BJP വലിയ വാഗ്ദാനങ്ങൾ നൽകി. ഓർമ്മയുണ്ടാവുമല്ലോ, 15 ലക്ഷം രൂപ ഓരോ ആളുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്ന് വരെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദാനങ്ങൾ എല്ലാം വാരിക്കോരി ചൊരിയായിരുന്നു. ജനങ്ങളെ നമ്മുടെ രാജ്യത്ത് BJP സർക്കാർ മോദിയുടെ ആ സർക്കാർ കാര്യങ്ങൾ നമ്മുടെ രാജ്യം ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ കഴിഞ്ഞാൽ പിന്നെ പഠിക്കുകയുള്ളൂ. ആണ് ഇന്ത്യ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് 108 107 അതാണ് കളയുന്നത്. 55 നിന്നാണ് 107 പോയത്. നമ്മുടെ രാജ്യത്ത് നയം, ആ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഇതിന്റെ ഭാഗമായി ഇന്ന് ദരിദ്രരല്ലാത്തവരും നാളെ ദരിദ്രരായി മാറുകയാണ്. കൂട്ടത്തിൽ മാത്രമേ രാജ്യത്ത് ആശ്വാസം കോർപ്പറേറ്റുകൾക്കാണ്. സമ്പന്നരാക്കുന്ന സാമ്പത്തിക ഈ നയം BJPക്ക്, ഈ നയം കോൺഗ്രസിനുള്ളതാണ്. BJPയുടെയും സാമ്പത്തിക ഒന്നാണ്. രണ്ടാം UPA ഏതെല്ലാം നടപടികളാണ് സ്വീകരിച്ചത്, ആ നടപടികൾ ഒന്നും BJP ഗവൺമെന്റ് ഉപേക്ഷിച്ചില്ല. അവർ
ആ നയം ഒന്നുകൂടി തീവ്രമാക്കി. അതാണ് നടപ്പാക്കിയത്. ഇതിന്റെ ഫലം ജനങ്ങൾ പുറകോട്ട് പോയി എന്നുള്ളതാണ്. ഈ സാമ്പത്തിക നയങ്ങളിൽ BJP ഗവൺമെന്റ് നയങ്ങളെ ഒപ്പമാണ് കോൺഗ്രസ്. വെച്ചാൽ ജനങ്ങളുടെ ജീവിത നിലവാരം രാജ്യം ഇന്ത്യ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നയത്തിന്റെ ഭാഗമാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. നടപ്പാതിന്റെ ഭാഗമായിട്ടാണ് ഒരവസ്ഥ വന്നത്. അല്ലാത്ത നടപ്പാക്കിയാലോ ഇതല്ലാതെ രാജ്യത്തുള്ളൂ, കേരളമാണ്. ആ ബദൽ നയത്തിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള ഒരു രാജ്യമാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയിലെ സംസ്ഥാനത്തിൽ ഏറ്റവും ദരിദ്രം കേരളത്തിലാണ്. ഇവിടെ അതിദരിദ്രരെ കണ്ടു. നേരത്തെ പക്ഷേ നമുക്ക് നമ്മുടെ ചെലവ് അവര് അതിദരിദ്രാവസ്ഥയിൽ കഴിയാൻ പാടില്ല. അവരെ ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം, ഈ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. ആ നിലപാട് LDFും സർക്കാരും എടുത്തു. അതിൻ്റെ ഭാഗമായി സർക്കാർ ഒരു കാര്യം പ്രഖ്യാപിച്ചു. 3 വർഷം 2025 നവംബർ 1 കേരളത്തിലെ ഈ പറഞ്ഞ എല്ലാ കുടുംബങ്ങളെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കും. ഇതായിരുന്നു പ്രഖ്യാപനം. നമ്മൾ പലതും കേൾക്കാറില്ലേ, എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ആരെല്ലാം നടത്തിയിരിക്കുന്നു. പക്ഷേ എല്ലാവരും നടന്ന പ്രഖ്യാപനം പോലെ എല്ലാവരും LDFിൻ്റെ പ്രഖ്യാപനം എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണല്ലോ പറയാറുള്ളത്. പറയുന്നത് എന്താണോ അത് ചെയ്യുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവമാണല്ലോ. ഇക്കാര്യത്തിൽ 1 വർഷം പിന്നിട്ടു. കഴിഞ്ഞ നവംബർ 1 ആ 1 വർഷം കൊണ്ട് എത്ര കുടുംബങ്ങൾ ഈ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തരായി എന്ന കണക്ക് നാടിന് മുന്നിൽ അവതരിപ്പിച്ചു. 64,006 കുടുംബങ്ങളിൽ ഏകദേശം 40,000-ഓളം കുടുംബങ്ങൾ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായി എന്നതായിരുന്നു ആ കണക്കിൽ കണ്ടത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? ഈ വർഷം നവംബർ 1 2 വർഷമാകുന്നു. ഈ വർഷം നവംബർ 1 ആകുമ്പോൾ ഏറെക്കുറെ എല്ലാവരും ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാകുന്നതാണ്. പക്ഷേ പൂർണ്ണമാകാതിരിക്കാം, ചിലപ്പോൾ ചില കുടുംബം ബാക്കിയാകാം. എന്നാൽ ഒരു കാര്യത്തിൽ സംശയമില്ല, പ്രഖ്യാപിച്ച 2025 നവംബർ 1 ഈ കേരളത്തിൽ ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിൽ ഉണ്ടാകില്ല. ഇങ്ങനെ പറയാൻ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്തിന് കഴിയുമോ? പോട്ടെ, ഇതുപോലെ ഈ സംസ്ഥാനത്ത് അതിദരിദ്ര കുടുംബങ്ങളെയെല്ലാം ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറയാനും അത്തരം നടപടികൾ സ്വീകരിക്കാനും
നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനം തയ്യാറാകുമോ? അവിടെയാണ് നയത്തിൻ്റെ പ്രശ്നം. ആ നയം ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വ്യക്തമായിട്ടുണ്ട്. അത് ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം വന്നത്? നമ്മൾ അതിസമ്പന്നരൊന്നുമല്ലല്ലോ. നമ്മുടെ സംസ്ഥാനവുമായി താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും വലിയ സമ്പന്നരാണല്ലോ. പക്ഷേ നമുക്കിത്തരമൊരവസ്ഥയുണ്ട്. നമ്മുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ മെച്ചപ്പെട്ടതാണ്. നമ്മുടെ പൊതു സാഹചര്യം അത് പല വികസിത രാഷ്ട്രങ്ങളോടും കിടപിടിക്കുന്നതാണ്. സാമൂഹ്യ നേട്ടങ്ങൾ. അപ്പോൾ ഇതെല്ലാം പ്രത്യേക നയത്തിൻ്റെ ഭാഗമാണ്. നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്രത്തിൻ്റെ ധനമന്ത്രി ആ സാമൂഹ്യക്ഷേമ പെൻഷനെ വല്ലാതെ ഇകഴ്ത്തി കാണിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ഇത്ര വലിയ തുക പെൻഷനായി കൊടുക്കുന്നത്? ഇതായിരുന്നു അവരുടെ ചോദ്യം. നമുക്ക് ഓർമ്മയില്ലേ, കർഷക തൊഴിലാളി പെൻഷൻ 45 രൂപയിൽ നിന്നാണ് തുടങ്ങിയത്. അന്ന് എത്ര ശക്തമായിട്ടാണ് ചിലരതിന് എതിർത്തതെന്ന് ഓർത്ത് നോക്കിയാൽ മതി. എന്തെല്ലാം പുകിലാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. പക്ഷേ നമ്മൾ കൈയൊഴിഞ്ഞോ? ഒരു വിഭാഗത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല, പല വിഭാഗങ്ങളിലേക്ക് പടർന്നു. അതല്ലേ വസ്തുത? 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഈ ക്ഷേമ പെൻഷൻ കടലാസിൽ 600 രൂപയായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാലത്തെ പെൻഷൻ കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു. 1.5 വർഷം വരെ കുടിശ്ശികയായി കിടക്കുകയായിരുന്നു. ആദ്യം ചെയ്ത കാര്യം അത് മുഴുവൻ കൊടുത്തു തീർക്കലാണ്. പിന്നെ 600-ൽ നിന്ന് വർദ്ധിപ്പിക്കൽ തുടങ്ങി. ആ വർധനവ് 1600 വരെയായി. ഈ 1600 രൂപ കേരളത്തിലെ 60 ലക്ഷത്തോളം പേർക്കാണ് നൽകുന്നത്. ഈ 1600-ൽ തന്നെ നിൽക്കണമെന്നല്ല LDF ആഗ്രഹിക്കുന്നത്. അതിനിയും വർദ്ധിക്കണം എന്ന് തന്നെയാണ് LDFൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് തടസ്സമുണ്ടാക്കാൻ, അതിന് തടയിടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് നോക്കുന്നത്. BJP ഗവൺമെൻറ്റിന് ഇതൊന്നും സമ്മതിക്കാൻ മനസ്സില്ല. പക്ഷേ അവരുടെ മനസ്സ് നോക്കിയല്ല ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള നടപടികളാണ് ഇവിടെ LDF സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, അതൊന്ന് കാണണം എന്ന വാശി ആർക്ക്? BJP സർക്കാരിന്. അവർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കൽ തുടങ്ങി. വല്ലാത്ത ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ. നമുക്കൊരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത നില. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഭാഗം എടുക്കുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ മാത്രം നമ്മൾ ഓർത്താൽ പോരാ. ദീർഘകാലമായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടുണ്ട്. BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് നമ്മുടെ നാടിനെതിരെയുള്ള നിലപാടാണ്. കേരളത്തിനെതിരെയുള്ള നിലപാടാണ്. കേരളം തകരണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവരുടെ ആഗ്രഹമല്ല നടന്നത്. നമുക്കറിയാലോ, ഇവിടെ നൂറ്റാണ്ടിലെ മഹാപ്രളയം,
അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ലോകം മുഴുവൻ വറങ്ങലിച്ച കോവിഡ് മഹാമാരി, പിന്നെ നിപ്പയും ഓഖിയും അങ്ങനെ പലതും. ഇതെല്ലാം നമ്മുടെ നാടിന് ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നതാണ്. ഒരു നാടിനെ വല്ലാതെ തകർത്തെറിയുന്ന അവസ്ഥയാണ് വന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. സഹായം എന്നതൊരു ഔദാര്യമല്ല, ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. അത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. സാധാരണ ഇത്തരമൊരു ഘട്ടത്തിൽ പാക്കേജ് പ്രഖ്യാപിക്കും, ഒന്നും തയ്യാറായില്ല. അർഹതപ്പെട്ടതുപോലും നിഷേധിച്ചു. ആ ഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ നാടിൻ്റെ ശബ്ദം ഇവിടുന്ന് ഉയരും, ജനങ്ങൾ ഉയർത്തും. അതോടൊപ്പം ജനപ്രതിനിധികൾ നല്ല രീതിയിൽ ഉയർത്തണം. അത് പാർലമെൻറ്റിനകത്ത് ഇതിനെല്ലാം ഉത്തരവാദികളായ മന്ത്രിമാരിരിക്കുന്ന സ്ഥലത്ത് ആ മന്ത്രിമാരുടെ മുഖത്ത് നോക്കി കേരളത്തിൻ്റെ ആവശ്യം ഉന്നയിക്കാൻ കഴിയുക കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പാർലമെൻറ്റ് അംഗങ്ങൾക്കാണ്. നമ്മുടെ ഒരു ദുരനുഭവം നാം ഈ ഘട്ടത്തിൽ ഓർക്കണം. എല്ലാവരും കണ്ടതാണല്ലോ, ഇത്തരം ഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും എം പിമാർ പൂർണ്ണ നിശബ്ദത. വാ തുറന്നാൽ കേരളത്തിനെതിരെ, കേരള സർക്കാരിനെതിരെ. ഫലത്തിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ കൂടെ അവർക്ക് പിന്തുണ. ഇതാണുണ്ടായത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതലും UDF എം പിമാരായിരുന്നു. ഇപ്പോഴുള്ള എണ്ണം ഞാൻ പറയാം. LDFിൻ്റെ കൂടെ 2 പേര്, UDFിൻ്റെ കൂടെ 18 പേര്. 2 പേര് നമ്മുടെ തൊട്ട് കിടക്കുന്ന 2 മണ്ഡലങ്ങൾ, ആലപ്പുഴയും കോട്ടയവും. ആരിഫും തോമസ് ചാഴിക്കാടനും, അവർ LDF. ഈ 2 പേര് മാത്രം ശബ്ദമിട്ടാൽ ആ ശബ്ദത്തിനുള്ള പരിമിതിയുണ്ടല്ലോ. 18 പേര് അനങ്ങാതിരുന്നു. 18 പേര് BJPയെ ന്യായീകരിക്കുന്നില്ല. കേരളത്തെ ദ്രോഹിക്കുന്ന BJP നിലപാടിനോടൊപ്പം ഈ 18 പേര്. ഇതല്ലേ നമ്മുടെ അനുഭവം? കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി? ഏതെങ്കിലും കാര്യത്തിൽ ഇവർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചോ? ഇവിടെ കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, രാജ്യത്തെ ബാധിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ടായി. അതിലെന്തായിരുന്നു സ്ഥിതി? മതനിരപേക്ഷത തകർക്കാനുള്ള നടപടികൾ ഉയർന്നോ? കോൺഗ്രസിൻ്റെ ശബ്ദം ഉയരുന്നില്ലല്ലോ. ഞാനെല്ലാ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തൊറ്റപ്പെടാനിടയാക്കിയിരുന്ന നടപടിയാണത്. കാരണം മതം പൗരത്വത്തിന് അടിസ്ഥാനമായി ഒരു പരിഷ്കൃത രാഷ്ട്രവും അംഗീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ അത്തരമൊരു ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും എന്ന് ഇടതുപക്ഷങ്ങൾ കലവറയില്ലാതെ പ്രഖ്യാപിച്ചു. CPIM-ൻ്റെ പ്രകടന പത്രിക 2 ദിവസം മുൻപ് വന്നു. CPI-യുടെ പ്രകടന പത്രിക ഇന്നലെയും വന്നു. ഇതിലെല്ലാം കൃത്യമായത് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ്സിന് ശബ്ദമുണ്ടോ? എന്തേ കോൺഗ്രസ്സിന് ശബ്ദമില്ലാത്തത്? കോൺഗ്രസ് അങ്ങനെ ഒരു വാചകം പറയാത്തത്? BJP-യുടെ ഇത്തരം നടപടികളെല്ലാം RSS അജണ്ട അനുസരിച്ച് വരുന്നതാണ്. RSS അജണ്ട നമ്മുടെ രാഷ്ട്രത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അടുത്ത വർഷം RSS-ൻ്റെ ജന്മവാർഷികം 100 വയസ്സ് തികയുന്നു. അപ്പോൾ അവരുടെ അജണ്ടക്കനുസരിച്ച് രാജ്യത്തെ മാറ്റണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ മുസ്ലിമിന് പൗരത്വം നിഷേധിക്കുന്ന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ലോകത്തൊരിടത്തും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിവേചനത്തോടെ സമീപിക്കാറില്ല. ഇവിടെ ഇതേവരെ പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രകടന പത്രികയിലും അഭിപ്രായമില്ല. എന്താ നിങ്ങൾ പ്രകടന പത്രികയിലൊന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യവും പ്രകടന പത്രികയിൽ പറയേണ്ടതുണ്ടോ എന്നായിരുന്നു മറുചോദ്യം. എന്താ കാരണം? BJP സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കുന്നത്. സംഘപരിവാർ മനസ്സിനോട് ഒട്ടി നിൽക്കുന്ന ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർ സംഘപരിവാർ മനസ്സുകാരാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്. എതിർക്കാൻ പറ്റുന്നില്ല അവർക്ക്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ ഒരു ഭാഗം, ഭരണഘടനയുടെ 370-ാം വകുപ്പ്, ഒരു ദിവസം പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് റദ്ദ് ചെയ്യുന്നു. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി അതോടെ ഇല്ലാതാകുന്നു. ഭരണഘടന ഉറപ്പ് നൽകിയതാണത്. ജമ്മുകാശ്മീർ ഒരു സംസ്ഥാനമല്ലാതാക്കുന്നു. ഇതിനൊക്കെ പാലിക്കേണ്ട നിയതമായ നടപടിക്രമങ്ങളുണ്ട്. ഒന്നുമില്ല. കോൺഗ്രസിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നോ? ഇവിടെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുമെന്നത് നേരത്തെ മുതൽ RSS പരസ്യമായി പറയുന്ന കാര്യമാണ്. അത് സംഘപരിവാർ അജണ്ടയാണ്. ആ അജണ്ടയാണ് നടപ്പാക്കിയത്. BJP ഗവൺമെൻറ് നടപ്പാക്കിയത്. കോൺഗ്രസ്സിലെ സംഘപരിവാർ മനസ്സുകാരോ ആ ജമ്മുകാശ്മീരിൻ്റെ കാര്യം പാർലമെൻറ്റിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായി രാജ്യസഭയിൽ ഇരുന്നയാൾ, പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം ആവേശഭരിതനായി ഇതിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലും സംസ്ഥാന പദവി ഇല്ലാതാക്കിയതിലും എന്നിട്ട് നേരെ BJP-യിലേക്കൊന്ന് ചെന്നു. BJP സ്വീകരിച്ചു. ഇപ്പോൾ BJP-യുടെ രാജ്യസഭാ മെമ്പറാണ്. ഇതാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയാത്തത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് NIA നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിൽ BJP ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നു. അത് എന്ത് ലക്ഷ്യത്തോടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ബില്ലിനെ എതിർക്കാൻ 6 പേര് മാത്രമേ ലോക്സഭയിലുണ്ടായുള്ളൂ. അതിലൊന്ന്
സഖാവ് ആരിഫായിരുന്നു. എവിടെ പോയി കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നാണല്ലോ ആ ബില്ല്. അതുകൊണ്ട് അവർക്ക് എതിർക്കാൻ പറ്റുന്നില്ല. UAPA ബിൽ ഭേദഗതി, അത് വലിയ തോതിലുള്ള കരി നിയമം. ആ ഭേദഗതി ബിൽ കോൺഗ്രസ് ആരെ കൂടിയാ നിന്ന്? BJPയുടെ കൂടെ. ഇതല്ലേ അവസ്ഥ. അപ്പോൾ ദേശീയമായ കാര്യങ്ങളിൽ നാം ശക്തമായി എതിർക്കേണ്ട ഘട്ടത്തിൽ ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരാതായി. എല്ലാ കാലത്തും കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ മുഴങ്ങാറുണ്ട്. കാരണം നല്ല രീതിയിൽ LDFൻ്റെ അംഗങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ തവണ ഇങ്ങനെയാണ് സംഭവിച്ചത്. ആ സ്ഥിതി എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ അതിൽ വേദനയോടെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ ഓരോ സംഭവത്തെയും നോക്കിക്കണ്ടത്. ഞങ്ങൾ വിജയിപ്പിച്ച് പോയവരാണല്ലോ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നവർ വേദനയോടെ ചിന്തിച്ചു. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ കേരളത്തിലാകെ നിലപാടെടുക്കുന്നത്. എന്താ അതിൻ്റെ ഫലം? കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ സ്വീകാര്യത LDFന് വന്നിരിക്കുകയാണ്. ഇതാണൊരു പൊതുവായി കാണാൻ കഴിയുന്ന കാഴ്ച. എന്താണ് കോൺഗ്രസും UDFും കാണിച്ചത് എന്നതിൻ്റെ ഒരനുഭവവും കൂടി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. സാധാരണ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് പാർലമെൻറ്റ് മെമ്പർമാരുടെ ഒരു യോഗം സർക്കാർ വിളിച്ചു ചേർക്കും. കേന്ദ്ര ഗവൺമെൻറ് തുടരെ നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളവരോട്, പാർലമെൻറ്റ് മെമ്പർമാരോട് ഈ ആകെ കണക്കുകൾ അവതരിപ്പിച്ചു. ഇന്ന രംഗത്ത് ഇത്ര തരാനുണ്ട്, നമ്മളെ ഇങ്ങനെയെല്ലാം അവഗണിക്കുകയാണ്. ഇതാകെ നിങ്ങളെല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം നൽകണമെന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. ഞങ്ങൾ പോകും, ഞങ്ങൾ കാണും, ഒന്നിച്ച് നിവേദനം കൊടുക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ നിവേദനം തയ്യാറാക്കിയപ്പോൾ ഒപ്പിടാൻ തയ്യാറില്ല. ഒരു വട്ടം അങ്ങനെ കഴിഞ്ഞു. പിന്നെയും തുടരുകയാണല്ലോ. ഈ യോഗങ്ങൾ എല്ലാ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പും നടക്കുന്നുണ്ട്. വീണ്ടും ഒരു പാർലമെൻറ്റ് സമ്മേളനം വന്നപ്പോൾ സർക്കാർ വീണ്ടും പറഞ്ഞു, അല്ല കഴിഞ്ഞ തവണ നിങ്ങൾ സമ്മതിച്ചെങ്കിലും ചെയ്തില്ല, ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി, എല്ലാ കണക്കും അവതരിപ്പിച്ചു, നിങ്ങൾ ധനമന്ത്രിയെ കാണണം. അപ്പോഴും ആവർത്തിച്ചു, ഞങ്ങളെല്ലാവരും കൂടി കാണും, നിവേദനം കൊടുക്കും. നിവേദനം തയ്യാറാക്കി ഒപ്പിടാൻ ചെന്നപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ ഒപ്പിടാം, പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്നൊരു വാചകം ഈ നിവേദനത്തിൽ വേണം. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് കാണിക്കുന്ന അവഗണന, നമ്മുടെ നേരെയുള്ള വിവേചനം, അതിനെതിരെയാണ് നിവേദനം. ആ നിവേദനത്തിൽ നമ്മൾ പറയാണ്, ഇതൊന്നും നിങ്ങളെ കുഴപ്പമല്ല, ഞങ്ങൾ തന്നെ കുഴപ്പമാണ്, ഞങ്ങളുടെ കെടുകാര്യസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് ആദ്യം പറഞ്ഞിട്ട് നിവേദനം കൊടുക്കണം. ആരുടെ കൂടെയാണ് ഇവർ? ഇതല്ലേ ആലോചിക്കേണ്ടത്. BJPക്ക് നമ്മളോടുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. കാരണം കേരളം അവരെ സ്വീകരിക്കുന്നില്ല. എങ്ങനെ സ്വീകരിക്കാനാ? ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടല്ലേ ഇത്. ഈ നാട് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുമോ? അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരെ അകറ്റി നിർത്തുന്നു. അതൊരു പകയായി, വിദ്വേഷമായി നാടിനോടും ജനങ്ങളോടും പ്രകടിപ്പിക്കുന്ന രീതി BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ആ നില കോൺഗ്രസിനെന്തിനെ?
നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിച്ചല്ലേ അവിടെ പോയിട്ടുള്ളത്. പക്ഷേ ഇവരും ഫലത്തിൽ BJPയുടെ അതേ നിലപാടാണ് സ്വീകരിച്ചത്. ഇനി ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു ഉദാഹരണം നോക്കൂ. ഇതെല്ലാം അവസാനം നമ്മൾ സുപ്രീം കോടതിയുടെ മുൻപിൽ പറഞ്ഞു, ഗത്യന്തരമില്ലാതെ. അതിൽ ഒരു കണക്ക് ഇതേവരെ നമുക്ക് തടഞ്ഞു വെച്ച, നമുക്ക് കിട്ടേണ്ടിയിരുന്നത് തടഞ്ഞ സംഖ്യയുടെ മൊത്തം കണക്ക് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് പറഞ്ഞ കണക്കനുസരിച്ച് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 1,07,500 കോടിയിൽ പരം രൂപയാണ് തടഞ്ഞിട്ടുള്ളത്. എങ്ങനെ നീങ്ങും ഒരു സംസ്ഥാനം? നീങ്ങാൻ കഴിയോ? മാറ്റമുണ്ടോ കേരളത്തിലെ UDFന്? കിട്ടണ്ട എന്നാണ് മനോഭാവം. കൊടുക്കാതിരിക്കുന്നവർക്ക് പിന്തുണയാണ്, BJPക്ക് പിന്തുണ. അപ്പോഴെല്ലാം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ രണ്ട് ഗവൺമെൻറ്റുകളല്ലേ, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യും. ആ ചർച്ച നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴാണ്, ബജറ്റ് സമ്മേളനമാണ്, ധനമന്ത്രി മറുപടി പറയേണ്ട ദിവസം. പക്ഷേ ഈ ചർച്ചയുടെ പ്രാധാന്യം കണക്കാക്കി ധനമന്ത്രി അവിടെ ചെന്നു. വല്ല കാര്യമുണ്ടോ? അവിടെ ചെന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വക്താക്കൾ, ഞങ്ങളൊന്നും അംഗീകരിക്കില്ല, നിങ്ങൾ കേസ് പിൻവലിക്കുകയാണെങ്കിൽ മാത്രമേ ആലോചിക്കാൻ തയ്യാറാവൂ. കോടതിയുടെ മുന്നിൽ അതെല്ലാം പറഞ്ഞു. അപ്പോൾ കോടതി ഇടപെട്ടു. 13,000 കോടിയിൽ പരം രൂപ കേരളത്തിന് അന്ന് കിട്ടാൻ അർഹതയുള്ള ആ പണം നിങ്ങൾ തടഞ്ഞു വെക്കുന്നൊരു ന്യായവുമില്ല, അത് കൊടുക്കണം എന്ന് കോടതി പറഞ്ഞു. നമുക്ക് ഏതെങ്കിലും തരത്തിൽ തന്ന ഒരു ദയാവായ്പോടെയുള്ള നടപടിയായിട്ട് കാണേണ്ടതില്ല. നമുക്ക് അർഹതപ്പെട്ടതാണത്. അത് മുട്ടാപ്പോക്ക് നയത്തിൻ്റെ ഭാഗമായി തടഞ്ഞു വെച്ചതാണ്. അത് കിട്ടാൻ പോലും, അർഹതപ്പെട്ടത് കിട്ടാൻ പോലും കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. കോടതി അവസാനം എന്ത് പറഞ്ഞു? കേരളം ഉന്നയിച്ചത് വളരെ ഗുരുതരമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. ഇതേവരെ സുപ്രീം കോടതി പരിശോധിക്കാത്ത ചില ഭാഗങ്ങൾ കൂടി കേരളം ഉന്നയിച്ചിരിക്കുകയാണ്. അത് ഗൗരവമായ വിഷയമാണ്. 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ. എല്ലാം നമ്മൾ ഉന്നയിച്ചതിൻ്റെ യഥാർത്ഥ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട്. ഇതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റാണെന്ന് പറയാൻ തയ്യാറായോ? എല്ലായ്പ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കൂടെയായിരുന്നു, കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മുഖത്തേറ്റ് അടിയായി നമ്മുടെ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നാടാകെ, രാജ്യമാകെ വലവീശി നടക്കുന്നു. കെജ്രിവാളിനെ അടക്കം അറസ്റ്റ് ചെയ്തു. കെജ്രിവാളിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താ? 1 വർഷം മുൻപ് മനീഷ് സിസോദിയ, ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ ചോദ്യം ഡൽഹിയിൽ, എന്തുകൊണ്ട് കെജ്രിവാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ, അദ്ദേഹത്തെ അല്ലേ കേസിൽപ്പെടുത്തേണ്ടത്? എന്താണ് കോൺഗ്രസ് പൊതുവിൽ സ്വീകരിച്ച സമീപനം? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേരെ നീങ്ങുന്നു, കോൺഗ്രസിൻ്റെ നേരെയും നീങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേരെ വരുമ്പോൾ അവരതിന് എതിർക്കും. മറ്റ് കോൺഗ്രസിതര പാർട്ടികളുടെ നേരെ വരുമ്പോൾ അവർ കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പം നിൽക്കും. ഇതല്ലേ അനുഭവം? ഇപ്പോൾ അവർ കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ നടന്ന മഹാറാലിയിൽ കഴിഞ്ഞ 31-ന്
കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിരയാകെ പങ്കെടുത്തു. നല്ല കാര്യം. പക്ഷേ മാറ്റമുണ്ടോ? വല്ലതും സമീപനത്തിൽ മാറ്റമുണ്ടോ? അതിനുശേഷമാണല്ലോ നമ്മുടെ കേരളത്തിലെ കിഫ്ബിക്കെതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ED സഖാവ് തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചപ്പോൾ ആ നോട്ടീസ് അയച്ച EDയുടെ കൂടെയല്ലേ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും? പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞതെന്താ? കേരളത്തെ ഈ രീതിയിൽ തകർക്കാനുള്ള മുഖ്യ കാരണക്കാരൻ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ്. ഇതല്ലേ സമീപനം? മാറ്റമില്ലാലോ. എല്ലാറ്റിലും സംഘപരിവാർ ശക്തികളുടെ മനസ്സിനോടൊപ്പമാണല്ലോ നിൽക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ശബ്ദം, ജനങ്ങളുടെ ശബ്ദം, കേരളത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ ഉയരണം. അത് അനുഭവത്തിലൂടെ വ്യക്തമായിരിക്കുന്നു ഇവർക്ക് കഴിയില്ല എന്ന്. ജനങ്ങൾക്കാകെ അത് ബോധ്യമായിരിക്കുന്നു. മാവേലിക്കര ഇവിടെ നല്ല രീതിയിൽ ആ ബോധ്യത്തോടെ ജനങ്ങൾ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പൊതുവെ മണ്ഡലത്തിൽ ഉയർന്നിട്ടുള്ളത്. ഇവിടെ LDF നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് അരുൺകുമാർ, അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ചടുലതയോടെ ഇടപെടാൻ പറ്റുന്ന ഒരാളാണ്. യുവത്വത്തിൽ ആ യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ആശയപരമായി നല്ല വ്യക്തതയും നിലപാടിൽ നല്ല തെളിമയും സഖാവ് അരുൺകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് സഖാവ് അരുൺകുമാറിനെ അരിവാൾ നിലക്കതിൻ്റെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ അയക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനെല്ലാവരും നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ രംഗത്തിറങ്ങുക, ആവശ്യമായ എല്ലാ സഹായങ്ങളും പിന്തുണയും സഖാവ് അരുൺകുമാറിന് നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.